സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നതായി ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയ പറവൂർ മാഞ്ഞാലി സ്വദേശി മുഹമ്മദ് ഷബാസ് പറയുന്നു. നാട്ടിലെത്തിയപ്പോഴാണ് സംഘർഷത്തിന്റെ തീവ്രത ശരിക്കും അറിഞ്ഞത്. സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ സർവകലാശാലകൾ പരീക്ഷ ഉൾപ്പെടെ മാറ്റിവെച്ചിരുന്നുവെന്നും ഇറാനിലെ കെർമാനിൽ MBBS വിദ്യാർത്ഥിയായ ഷബാസ് പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയ പറവൂർ സ്വദേശി ഷഹബാസാണ് ചേരുന്നത്. നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ ഇറാനിൽ കെർമാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തെഹ്റാനാണ് ക്യാപിറ്റൽ സിറ്റി. അവിടെ നിന്ന് ഒരു 900 കിലോമീറ്റർ മാറിയിട്ടാണ് കെർമാൻ വന്നത്. ഞങ്ങളുടെ അവിടെ അറ്റാക്കും കാര്യങ്ങളൊന്നും മെയിനായിട്ട് നടന്നിട്ടില്ല. കാരണം അവിടെ മിലിറ്ററി ബേസോ കാര്യങ്ങളൊന്നും വലിയ ഇതില്ല. ന്യൂക്ലിയർ ബേസ് സ്ഥാപനം. ഞാൻ അവിടെ സ്റ്റുഡൻ്റ് ആണ്. MBBS ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തത്. സംഘർഷം ഉണ്ടായ സമയത്ത് അവിടുത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു? സാധാരണ നിലയിലായിരുന്നു? ഞങ്ങളോടാന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിലേക്കാണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പം ആയിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാം നോർമൽ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ദിവസം ക്ലാസ്സൊക്കെ ഉണ്ടായി. പിന്നെ അത് ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് അതെൻ്റെ ഇവാക്യുവേഷൻ്റെ പ്രോസസ്സായപ്പോൾ മൊത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് സെം എക്സാം ആയിരുന്നു, അതും സ്റ്റോപ്പ് ചെയ്ത്. ഓരോ ദിവസം ഈ ആക്രമണം ഉണ്ടാകുന്ന സംബന്ധിച്ചുള്ള അപ്ഡേഷനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് അവിടെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ ഞങ്ങൾക്ക് നെറ്റ് വാറിന് ഇഷ്യൂ തുടങ്ങുമ്പോൾ ഏത് കൺട്രിയാലും നെറ്റ് കട്ട് ചെയ്യുമല്ലോ. അങ്ങനെ പുറത്തേക്ക് ഇത് ലീക്ക് ആയിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നെറ്റ് കട്ടായിരുന്നു കുറച്ച് ദിവസം. പിന്നെ ഇടയ്ക്ക് നെറ്റ് കിട്ടും, പിന്നെയും കട്ട് ചെയ്യും. അങ്ങനെ തന്നെയായിരുന്നു. ഫോൺ വിളിക്കാൻ കഴിയുമായിരുന്നില്ലേ? നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് കോൾ ചെയ്യാം ഇന്ത്യയിലേക്ക്. അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംഘർഷം നടക്കുകയാണ്? അത് മൊത്തത്തിലുണ്ടായിരുന്നു. കാരണം ഒരു പുതിയൊരു കൺട്രിയിൽ നിൽക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. ഈ അടുത്തുള്ള രാജ്യക്കാരെല്ലാവരും പോയി തുടക്കത്തിൽ തന്നെ. പിന്നെ ഞങ്ങളുടെ ഈ എംബസി തമ്മിലുള്ള കോണ്ടാക്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇതായത്. അന്നേരം ഷഹബാസ് നിന്നിരുന്ന സ്ഥലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ രാജ്യത്ത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയുണ്ടായിരുന്നു. ആശങ്ക എന്തായാലും ഒഴിഞ്ഞ് ഇപ്പം സുരക്ഷിത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും എത്രയും വേഗം തിരിച്ചു പോകണമെന്നാണ്, വിദ്യാഭ്യാസം തുടരണം എന്നുള്ളതാണ് ഷഹബാസ് പറയുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.